ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. 2024 LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ പഠിക്കുകയാണെങ്കിൽ, അതായത് ഹോട്ട് ടോപ്പിക്സുകൾ പഠിക്കുകയാണെങ്കിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഉദ്യമമാണ് നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊത്തം 100 ടോപ്പിക്സിൽ ആദ്യം നമ്മൾ കവർ ചെയ്യുന്നത് എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സുകളാണ്. അതിനകത്ത് ഹോട്ട് ടോപ്പിക്സിൽ ഒന്നാമത് എടുത്തിട്ടുള്ളത് പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതി ഇവിടെ തരുന്ന പോയിന്റ്സുകളെല്ലാം ക്ലിയർ കട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ക്ലാസ്സും നോട്ട്സും ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ ക്ലാസ്സുകളെ പറ്റിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 100 ഡേയ്സ് കൊണ്ട് ഈ 100 ഡേയ്സിനുള്ളിൽ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യണം. അപ്പൊ ഈ ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, ഇപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളാണ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് വരുന്നത്. ഏത് തരത്തിലുള്ള പ്രസ്താവന കണ്ടാലും അത് ശരിയാണോ തെറ്റാണോ എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യം മനസ്സിലാക്കി വേണം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ. അല്ലാതെ പണ്ടത്തെ പോലെ വൺ വേർഡ് ആൻസർ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നിലവിലില്ല. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു വീഡിയോ. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി വന്നു, എന്ന് മുതൽ വന്നു, എന്തിനാണ്, ഇതിനു മുന്നേ എന്തൊക്കെ സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. അതായത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കമിട്ടത്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണം ഇന്ത്യൻ നേതാക്കന്മാർ തുടങ്ങി. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു കാര്യം പണ്ട് ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടനയൊന്നും ഇല്ല സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. അപ്പൊ ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന വിഷയം ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? 1931 കറാച്ചി സമ്മേളനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ സമ്മേളനത്തിൽ കുറെ ചർച്ച ചെയ്തു. പക്ഷെ ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തില് 1938 ഒരു ദേശീയ ആസൂത്രണ സമിതി, എന്താണ്, നാഷണൽ പ്ലാനിംഗ് സമിതി രൂപീകരിച്ചു. ദേശീയ ആസൂത്രണ സമിതി 1938 ഡേറ്റ് മറക്കരുത്, പ്രസ്താവനയിൽ വരും. 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും സുഭാഷ് ചന്ദ്രബോസ് അല്ല, അത് തെറ്റാണ്. ആരാണ്? 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അത് കഴിഞ്ഞിട്ട് 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികള് ബോംബെ നഗരത്തിൽ സമ്മേളിച്ചിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. ഇതിനെയാണ് ബോംബെ പദ്ധതി എന്ന് പറയുന്നത്. ബോംബെ പ്ലാൻ നിലവിൽ വന്ന വർഷം 1944. ഓക്കെ, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ 1931 കറാച്ചി സമ്മേളനത്തില് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. ആര്? ജവഹർലാൽ നെഹ്റു. 1944 കുറച്ച് വ്യവസായികൾ ചേർന്നിട്ട് ബോംബെയിൽ വെച്ചിട്ട് സമ്മേളിച്ച് ബോംബെ പ്ലാൻ തയ്യാറാക്കി, ബോംബെ പദ്ധതി തയ്യാറാക്കി. ഇനി ഇതൊന്നും അപ്പോൾ ഒന്നും നമുക്ക് എന്തില്ല? പഞ്ചവത്സര പദ്ധതി ഇല്ല. ഇനി നമ്മുടെ ഇന്ത്യക്ക് എങ്ങനെ ഒരു സാമ്പത്തിക ആസൂത്രണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് എം.എൻ. റോയ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതാണ് ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾസ് പ്ലാൻ ആരാണ് കൊണ്ടുവന്നത്? എം.എൻ. റോയ് ആണ്. അപ്പൊ എം.എൻ. റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി. 1948 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ കിട്ടിയ സമയത്ത്
സ്വതന്ത്ര ഭാരതമാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ടൊരു വ്യാവസായിക നയം രൂപവൽക്കരിച്ചു. ഇത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപവൽക്കരിച്ച വർഷം ഏതാണ്? 1948 ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപവൽക്കരിച്ച വർഷം 1948. ഇതെല്ലാം സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഓരോ മൈൽ സ്റ്റോൺസ് ആണ്, ഓരോ സ്റ്റെപ്പുകളാണ്. ഇനി ഇന്ത്യക്ക് ഒരു സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് എം വിശ്വേശ്വരയ്യയാണ്. ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധമായ കൃതിയാണ് പ്ലാന്റ് എക്കോണമി ഓഫ് ഇന്ത്യ എന്നത്. പ്ലാന്റ് എക്കോണമി ഓഫ് ഇന്ത്യ എന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇനി നമ്മുടെ ആസൂത്രണം എങ്ങനെയൊക്കെ വേണമെന്ന് ഒരാശയമൊക്കെ കൊണ്ടുവന്നു. ഇനി അത് വെച്ചിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഇതാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ, ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ. ഈ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ഒരു പ്രമേയത്തിലൂടെയാണ് കേന്ദ്ര മന്ത്രിസഭ കൊണ്ടുവന്നത്. എന്നാണ്? ഡേറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1950 മാർച്ച് 15 എന്നാണ്? 1950 മാർച്ച് 15 ഒരു പ്രമേയത്തിലൂടെ കേന്ദ്ര മന്ത്രിസഭ ദേശീയ ആസൂത്രണ കമ്മീഷന്, നേരത്തെ നമ്മൾ പറഞ്ഞ 1938 വന്നത് ദേശീയ ആസൂത്രണ സമിതിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തില്. ഇപ്പൊ പറയുന്നത് സ്വതന്ത്ര ഭാരതത്തില് 1950 മാർച്ച് 15 ഒരു പ്രമേയത്തിലൂടെയാണ് കേന്ദ്ര മന്ത്രിസഭ എന്ത് പാസാക്കിയത്? ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. അങ്ങനെ ഇന്ത്യക്കൊരു ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഈ ദേശീയ ആസൂത്രണ കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങളായിരുന്നതെന്ന് നോക്കാം. പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ. ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ. പിന്നെ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ കാണും. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ഫുൾ ടൈം അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റത്തില്ല. സോ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന 6 അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ പ്രധാനമന്ത്രി അധ്യക്ഷനുണ്ട്, പിന്നെ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനുണ്ട്, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന 6 അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ഏത്? ഈ ആസൂത്രണ കമ്മീഷൻ. ഇത് നോട്ട് ചെയ്ത് പഠിക്കാനുള്ള പോയിന്റ് ആണ്. ഇനി ദേശീയ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ആസൂത്രണ രീതി എന്ന് പറയുന്ന ആ ഒരു മാതൃക ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ദേശീയ ആസൂത്രണത്തിന്റെ മാതൃക ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കാനുള്ളതാണ്. അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. 1950 മാർച്ച് 15 നിലവിൽ വന്നത്. സോ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. എന്നാൽ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽനന്ദയല്ല, ഗുൽസാരിലാൽ നന്ദ. അപ്പോ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ആദ്യത്തെ ഗുൽസാരിലാൽ നന്ദയാണ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം ഏത് നീതി ആയോഗ് വന്നതോടുകൂടി പ്ലാനിംഗ് കമ്മീഷൻ അവസാനിച്ചു. ഇപ്പൊ നിലവിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ ഇല്ല. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ്. അപ്പൊ അവസാനത്തെ ഉപാധ്യക്ഷൻ ഉറപ്പായിട്ടും ചോദിക്കും. അതാരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. അപ്പൊ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ്. ന്യൂഡൽഹിയിലെ യോജനാ ഭവനായിരുന്നു ഏത്? ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണം എന്ന് പറയുമ്പോൾ യോജന വേണം. അപ്പൊ ന്യൂഡൽഹിയിലെ യോജനാ ഭവനായിരുന്നു ഇതിന്റെ ആസ്ഥാനം. അപ്പൊ ഇത്രയാണ് നമുക്ക് ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി പഞ്ചവത്സര പദ്ധതി എന്നു മുതലാണ് ആരംഭിച്ചത്? 1951 ഏപ്രിൽ മുതലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയവും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ്
യൂണിയനിൽ നിന്നാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾ ഇപ്പൊ ഒരു ചരിത്രമാണ്. അതായത് 2015 ജനുവരി 1 മുതൽ നീതി ആയോഗ് നടപ്പിലാക്കിയതിനു ശേഷം, അതായത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരം എന്ത് വന്നു? നീതി ആയോഗ് വന്നു. നീതി ആയോഗ് വന്നതിന് ശേഷം പഞ്ചവത്സര പദ്ധതികൾ ചരിത്രമായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ പക്ഷെ എന്താണ്, PSC എല്ലാ എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ കൂടാതെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാം. SCRT ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ്, വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓർമ്മിക്കുക, പഞ്ചവത്സര പദ്ധതികൾ ലോകത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് സോവിയറ്റ് യൂണിയൻ ആണ്. അതായത് USSR ആണ്. അതായത് ഇന്നത്തെ റഷ്യയാണ് ആദ്യമായിട്ട് ലോകത്തില് പഞ്ചവത്സര പദ്ധതികൾ എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ജോസഫ് സ്റ്റാലിൻ 1928 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി USSRൽ നടപ്പിലാക്കിയത്. ആരാണ് നടപ്പിലാക്കിയത്? ജോസഫ് സ്റ്റാലിൻ ആണ് 1928 നടപ്പിലാക്കിയത്. ഇദ്ദേഹം നടപ്പിലാക്കിയ മാതൃക വെച്ചിട്ടാണ് ഇന്ത്യ അതിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ഒരു തീം കടമെടുത്തത്. റഷ്യയെ മാതൃകയാക്കിയാണ് ഇന്ത്യ തുടങ്ങിയത്. അപ്പൊ ഇവിടെ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരാം. ലോകത്തിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ രാജ്യം സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ USSR, അല്ലെങ്കിൽ റഷ്യ. ഇതിലേതോ വേണോ ഓപ്ഷൻ വരാം. ആരാണ് നടപ്പിലാക്കിയത്? ജോസഫ് സ്റ്റാലിൻ ആണ് നടപ്പിലാക്കിയത് 1928. റഷ്യയെ മാതൃകയാക്കിയാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷനാണ്. പക്ഷേ ഈ പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കുന്ന പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഈ ദേശീയ വികസന സമിതി ഒരു ഭരണ സ്ഥാപനമല്ല, ഭരണഘടനാപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സ്ഥാപനമല്ല, ജസ്റ്റ് ഒരു കൗൺസിലാണ്. ദേശീയ വികസന സമിതിയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്. അപ്പൊ അവ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്, എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. അപ്പോ ആദ്യമായിട്ട് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് 1951 അതായത് ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്ന സമയത്താണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആവുമ്പോ എത്ര വർഷമുണ്ട്? മൊത്തം 5 വർഷം. അപ്പൊ 1951 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1 ഒരു ഏപ്രിൽ ഫൂൾ ഡേയുടെ എന്നാണ് എന്ത് ചെയ്തത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്, അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് തന്നെ കാർഷിക പദ്ധതി അല്ലെങ്കിൽ ജലസേചന പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി അല്ലെങ്കിൽ ജലസേചന പദ്ധതിയാണ്. അപ്പൊ എക്സാമിന് ചോദിക്കും, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ മേഖല ഏത് മേഖലയാണ്? കാർഷിക മേഖലയാണ്. അതുപോലെ തന്നെ ജലസേചനത്തിനും പ്രാധാന്യം നൽകിയിരുന്നു. ഈ സമയത്ത്, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നിലവിൽ വന്ന അല്ലെങ്കിൽ ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതികളാണ് മേട്ടൂർ പദ്ധതി, ഹിരാക്കുഡ് പദ്ധതി, ഭക്രാനങ്കൽ പദ്ധതി. ഇതെല്ലാം ജലസേചന പദ്ധതികളാണ്. ഈ ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഏത് കാലയളവിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അടുത്തത്, ഈ പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത് ഏതിനെ ആധാരമാക്കിയിട്ടാണ്? ഹറോൾഡ് ഡോമർ വളർച്ചാ മാതൃകയാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃക ആധാരമാക്കിയാണ് ആരംഭിച്ചിരിക്കുന്നത്? ഹറോൾഡ് ഡോമർ മാതൃകയാണ്. ഹറോൾഡ് ഡോമർ മാതൃക അവലംബിച്ചിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏത്?
ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ മലയാളിയാണ് ഒരാള്, ഡോക്ടർ KN രാജാണ്. അപ്പോൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക ഹരോൾഡ് ഡോമർ മാതൃകയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ KN രാജു ആണ്. ദെൻ 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ബൽവന്ത് റായ് മേത്തയാണ്. അതായത് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏത് വർഷമാണ് ആരംഭിച്ചത്? 1952 ആരംഭിച്ചത് ഒന്നാം പദ്ധതി കാലയളവിലാണ്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് ആരംഭിച്ച വർഷം 1952. ബൽവന്ത് റായ് മേത്തയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്. അടുത്തത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരംഭിച്ചത് ഈ സമയത്താണ് 1952. അതുപോലെ തന്നെ RD കാർവെ 1952 കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ തുടക്കം കുറിച്ചതും ഒന്നാം പദ്ധതി കാലയളവിലാണ്. അപ്പോൾ RD കാർവെയാണ് കുടുംബാസൂത്രണ പദ്ധതി 1952 ഇന്ത്യയിൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ഈ കുടുംബാസൂത്രണത്തിന് ആദ്യമായിട്ട് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാലും ആൻസർ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടത്തിയത് കൊണ്ട് തന്നെ വളരെയധികം വിജയകരമായ ഒരു പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു. പിന്നെ ജലസേചന പദ്ധതികൾ ആരംഭിച്ചു. ഹരോൾഡ് ഡോമർ മാതൃകയാണ് അവലംബിച്ചിരുന്നത്. ദെൻ ഡോക്ടർ KN രാജാണ് പദ്ധതിയുടെ പിതാവ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ബൽവന്ത് റായ് മേത്തയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ദേശീയ വികസന സമിതി ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. RD കാർവെ കുടുംബാസൂത്രണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1952 അത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ചോദിക്കുകയാണെങ്കിൽ 1956 മുതൽ 61 വരെയാണ്. അതായത് 1956 നടപ്പിലാക്കിയ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിരുന്നത് വ്യാവസായിക മേഖലയിലെ വളർച്ചയ്ക്കാണ്. പ്രത്യേകിച്ചും ഖനന വ്യവസായ മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം പദ്ധതി വിശേഷിപ്പിക്കപ്പെടുന്നത് വ്യവസായ ഗതാഗത പദ്ധതി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? വ്യവസായ ഗതാഗത പദ്ധതി എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. നമ്മൾ ഒന്നാം പദ്ധതി കാലയളവിൽ ആരംഭിച്ച ബക്രാനങ്കൽ ഹീരാക്കുഡ് പദ്ധതികളൊക്കെ പണി പൂർത്തിയാക്കിയത് രണ്ടാം പദ്ധതി സമയത്താണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക, സോഷ്യലിസ്റ്റ് സമൂഹത്തിനെ വാർത്തെടുക്കുക, ഇതൊക്കെ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ദുർഗാപൂർ പശ്ചിമ ബംഗാളില് ദുർഗാപൂർ, ദെൻ ഭിലായ് ഛത്തീസ്ഗഡിലെ ഭിലായ്, ദെൻ ഒഡീഷയിലെ റൂർക്കേല എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ചത് ഈ പദ്ധതി കാലയളവിലാണ്. ഇപ്പൊ എക്സാമിന് ചോദിക്കും ദുർഗാപൂർ അല്ലെങ്കിൽ ഭിലായ് അല്ലെങ്കിൽ റൂർക്കേല ഇതൊക്കെ ആരംഭിച്ചത് ഏത് സമയത്താണെന്ന് ചോദിക്കാം. അപ്പൊ അതേത് സമയത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ PC മഹലനോബിസ് ആരാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. PC മഹലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യൻ സ്ഥിതി വിവര കണക്കിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മുടെ PC മഹലനോബിസ് ആണ്. അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ് PC മഹലനോബിസ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1931 ആരംഭിച്ചത് PC മഹലനോബിസ് ആണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1931 ആരംഭിച്ചത് PC മഹലനോബിസ് ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ 29, 2006 മുതൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കാം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആചരിക്കുന്നത്? PC മഹലനോബിസ്. ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്.
മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയുള്ള കാലയളവാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 1961 മുതൽ 66 വരെയുള്ളതാണ്. ഹരിത വിപ്ലവത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെങ്കിലും ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിട്ടിരുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അതായത് ഗോതമ്പിന്റെ ഉൽപാദനത്തിനാണ് ഹരിത വിപ്ലവത്തിൽ കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത്. ഓർമ്മിക്കുക, ഏറ്റവും കൂടുതൽ ഉൽപാദനത്തിന് മുൻതൂക്കം നൽകിയിരുന്നത് ഗോതമ്പിന്റെ ഉൽപാദനത്തിനാണ്. ദെൻ അധികാര വികേന്ദ്രീകരണം, അതായത് പഞ്ചായത്തി രാജിന്റെ സംഭവമാണ്. അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ്, പിന്നെന്താണ്, ഇതൊക്കെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയത്. ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ച നേടിയ അല്ലെങ്കിൽ കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ചോദിക്കുകയാണെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിന്റെ പ്രധാന കാരണം 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഏത് വർഷമാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ചത്? 1962 ചൈന ഇന്ത്യ ആക്രമിച്ചതും 1965 ഇന്ത്യ പാക് യുദ്ധവും ഇതെന്താണ്, വ്യാപകമായ വരൾച്ചയുമാണ് എന്തിന് കാരണമായത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാനുള്ള കാരണമായത്. ഇനി മൂന്നാം പദ്ധതി പരാജയപ്പെട്ടപ്പോ ഗവൺമെന്റ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. അതായത് ഈ സമയത്ത് ഇനി ഒരു പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 യുദ്ധങ്ങളാണ്. 1962 ചൈന ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തു. 1965 ഇന്ത്യയും പാക് യുദ്ധം നടന്നു. പിന്നെ എന്ത് ചെയ്തു? വ്യാപകമായിട്ട് വരൾച്ചയും വന്നു. അപ്പൊ എന്ത് ചെയ്തു? മൂന്നാം പദ്ധതി പാടെ തകർന്നു. സോ ഇനി ഒരു പദ്ധതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ഒരു പ്ലാൻ ഹോളിഡേ വർക്ക്ഔട്ട് ചെയ്തു. ഏത് വർഷമൊക്കെയാണ്? 1966 മുതൽ 69 വരെ. അതായത് 67-ലും 68-ലും 69-ലും ഓരോ വാർഷിക പദ്ധതികൾ രൂപീകരിച്ചു. ഇങ്ങനെ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ എന്നാണ്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെ വാർഷിക പദ്ധതികളായിട്ട് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. അപ്പൊ എക്സാമിന് ചോദിക്കും പ്ലാൻ ഹോളിഡേസ് ഏത് വർഷമാണെന്ന്. അത് ഏത് വർഷമാണ്? 1966 മുതൽ 69 വരെയുള്ള വർഷങ്ങളാണ്. ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത്. 3 വാർഷിക പദ്ധതികളായിട്ടാണ് ഇവ നടപ്പിലാക്കിയത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയായിരുന്നു. കാരണം യുദ്ധവും വ്യാപകമായ വരൾച്ചയും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യമിട്ടത്. അങ്ങനെ 3 കൊല്ലം പോയി. പക്ഷേ 4-ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നു 69 മുതൽ 74 വരെയാണ്. ഈ സമയത്താണ് 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പൊ ഇന്ദിരാഗാന്ധി 1969 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടത്തിയത് 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി പഠിക്കുന്ന സമയത്ത് കാലയളവ് പഠിച്ചിരുന്നാല് ആ സമയത്തുള്ള കാര്യങ്ങൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾക്കറിയാം എന്താണ് 1969 ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഇത് ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ദേശസാൽക്കരിച്ചത്. അപ്പൊ അത് ഏത് പദ്ധതിയാണ്? 69 മുതൽ 74 വരെ ഉള്ളത് 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1971 ഇന്ത്യ പാക് യുദ്ധം വീണ്ടും വന്നു. ദെൻ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു. അത് പദ്ധതിയുടെ പ്രശ്നം വീണ്ടും പദ്ധതി എന്ത് ചെയ്തു? തകരാനുള്ള കാരണമായി. ദെൻ ഈ മോഡൽ അറിയപ്പെടുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്തെന്നാണ്? അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി.
അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. 1974 മുതൽ 78 വരെ മാത്രം നീണ്ടു നിന്നിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ 20 പരിപാടി അവതരിപ്പിക്കപ്പെട്ടത്. ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. എക്സാമിന് ചോദിക്കും, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. സാഹചര്യം ഓർമ്മിക്കുക, 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും കാരണം ഇന്ത്യയിൽ കൊടിയ ദാരിദ്ര്യം നിലനിൽക്കുകയാണ്. അപ്പൊ അടുത്ത അഞ്ചാം പഞ്ചവത്സര പദ്ധതി സമയത്ത് എന്തായിരിക്കണം അവിടെ പ്രധാന ലക്ഷ്യം വെക്കേണ്ടത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്. അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഈ സമയത്ത് എങ്ങും മുഴങ്ങിക്കേട്ട അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി മുഴക്കിയ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. എന്താണ് ഗരീബി ഹട്ടാവോ? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഗരീബി ഹട്ടാവോയുടെ മീനിങ്. അപ്പോ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുഴങ്ങിക്കേട്ട പഞ്ചവത്സരം പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് ആരാണ് മുഴക്കിയത്? ഇന്ദിരാഗാന്ധിയാണ് മുഴക്കിയത്. ഇനി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഒരിക്കലും ഇതൊരു തോൽവി ആയതുകൊണ്ടല്ല ഇത് പിൻവലിക്കപ്പെട്ടത്. ആ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? പുതിയൊരു ഗവൺമെന്റ് വരികയാണ്. അപ്പോ ആ പുതിയ ഗവൺമെന്റ് ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ പൂർത്തിയാക്കുന്നതിന് മുന്നേ നിർത്തലാക്കിയത്. അപ്പോ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ദേശീയപാത നാഷണൽ ഹൈവേ സംവിധാനം അവതരിപ്പിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? അഞ്ചാം പഞ്ചവത്സര കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ദേശീയപാത സംവിധാനം ആരംഭിച്ചത്. അതുപോലെ തന്നെ 1975 വൈദ്യുതി വിതരണ നിയമം അഥവാ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് നടപ്പിലാക്കിയത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഇത് നടപ്പിലാക്കിയത് 1975 അഞ്ചാം പഞ്ചവത്സര പദ്ധതി സമയത്തായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പൊ അത്രയും വലിയ പദ്ധതികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് DP ധറാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? DP ധറാണ്. അല്ലെങ്കിൽ DP ധർ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടേതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടേതാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. 4 വർഷം മാത്രമേ നിന്നുള്ളൂ. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ജനതാ സർക്കാർ അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായിയെ ലീഡർ ആയിട്ടുള്ള മൊറാർജി ദേശായിയുടെ കീഴിൽ ഏത് സർക്കാർ വന്നു? ജനതാ സർക്കാർ അധികാരത്തിൽ വന്നു. 1978 പദ്ധതി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ പദ്ധതി അവസാനിപ്പിച്ചത് ആരാണ്? മൊറാർജി ദേശായി ആണ് അവസാനിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒരു പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു. 78 മുതൽ 79 കാലഘട്ടങ്ങളിൽ റോളിംഗ് പദ്ധതി നടപ്പിലാക്കി. ഈ റോളിംഗ് പദ്ധതി നടപ്പിലാക്കിയത് ആരെന്ന് ചോദിക്കും. ആരാണ്? നമ്മുടെ മൊറാർജി ദേശായി. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് നമ്മുടെ മൊറാർജി ദേശായി ആണ്. 1978 മുതൽ 79 വരെയാണ് റോളിംഗ് പദ്ധതി നിലനിന്നത്. ഇനി 79 മുതൽ 80 വരെ ഒരു വാർഷിക പദ്ധതിയും കൊണ്ടുവന്നു. ഈ റോളിംഗ് പദ്ധതിയിലൂടെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ മൊറാർജി ദേശായി ലക്ഷ്യമിട്ടിരുന്നത് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്ന ഒരു നയമാണ്. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്ന നയമാണ് റോളിംഗ് പദ്ധതിയിലൂടെ മൊറാർജി ദേശായി ലക്ഷ്യമിട്ടത്. ഈ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കാൻ നമ്മുടെ മൊറാർജി ദേശായിയെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ പേര് ഏഷ്യൻ ഡ്രാമ എന്നാണ്. ഏഷ്യൻ ഡ്രാമ എഴുതിയിരിക്കുന്നത് ഗുന്നാർ മിർഡലാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കാൻ മൊറാർജി ദേശായിയെ സ്വാധീനിച്ച ഗ്രന്ഥം ഏഷ്യൻ ഡ്രാമ. ഇനി ഏഷ്യൻ ഡ്രാമ രചിച്ചതാരെന്ന് ചോദിക്കാം. ഗുന്നാർ മിർഡലാണ് എന്ത് ചെയ്തത്? ഏഷ്യൻ ഡ്രാമ എന്ന ബുക്ക് രചിച്ചിരിക്കുന്നത്. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. 2ാം ഘട്ട ദേശസാൽക്കരണം നടന്നത് 6 ബാങ്കുകളിൽ
ആയിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. ഈ 6ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അതുപോലെ തന്നെ IRDP, NREP, ഡ്രൈസം പദ്ധതികളൊക്കെ നിർവന്നത് 6ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഏക ശിശു സമ്പ്രദായം അഥവാ വൺ ചൈൽഡ് പോളിസി നടപ്പിലാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ജനസംഖ്യാ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് ഏക ശിശു സമ്പ്രദായം നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ പദ്ധതി അറിയപ്പെടുന്നത് ഗാന്ധിയൻ മോഡൽ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതിയിൽ അധികം ഒന്നും പഠിക്കാനില്ല. പൊതുമേഖലയിൽ വൻ വളർച്ചയാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇനി എന്താണ് 8ാം പദ്ധതിക്ക് കുറച്ച് താമസം വന്നു. അതായത് 1985 മുതൽ 80 വരെ 90 വരെ 7ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നു. ഈ നിലവിലുണ്ടായിരുന്നു. പൊതുമേഖലയിലെ വൻ വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം എന്ത് ചെയ്തു? ഒരു പ്ലാൻ ഹോളിഡേ വീണ്ടും എടുത്തു. ആ സമയത്ത് പഞ്ചവത്സര പദ്ധതി പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. 90, 92 സമയത്ത് ഒരുപാട് ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദേശ നാണയ ശേഖരത്തിൽ വന്ന കുറവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലുക്കി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു പഞ്ചവത്സര പദ്ധതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ 7ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 2 വർഷം പഞ്ചവത്സര പദ്ധതികൾക്ക് ബ്രേക്ക് ഇട്ടിട്ട് ഒരു പ്ലാൻ ഹോളിഡേ കൊണ്ടുവന്നു. അതാണ് 2ാം പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് PV നരസിംഹ റാവു ആണ്. 90 മുതൽ 92 വരെ ആയിരുന്നു 2ാം പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോ 2ാം ഹോളിഡേ കഴിഞ്ഞ ഉടനെ എന്ത് തുടങ്ങി? 8ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി. 1991 അധികാരത്തിൽ വന്ന PV നരസിംഹ റാവുവിന്റെ കീഴിലുള്ള കോൺഗ്രസ് സർക്കാർ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി. വളരെ പുരോഗമനം ഉണ്ടാക്കിയ ഒരു പോളിസി ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം. നടപ്പിലാക്കിയത് ആരാണ്? നരസിംഹറാവു. നരസിംഹറാവു അധികാരത്തിൽ വന്ന വർഷം 1991. ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇതായിരുന്നു പുത്തൻ സാമ്പത്തിക നയം എന്നുള്ളത് ആഹ്വാനം ചെയ്തത്. ഉദാരവൽക്കരണം ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ, LPG എന്നാണ് ഈ ഒരു സാമ്പത്തിക നയം അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നരസിംഹ റാവു ആണ്. അങ്ങനെ ഒരുപാട് വ്യവസായങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ നിലവിൽ വന്നു. പിന്നെ പഞ്ചായത്തി രാജിന് വേണ്ടിയിട്ട് ഒരു നിയമം നടപ്പിലാക്കി. അതുപോലെ തന്നെ നഗരപാലിക നിയമം നടപ്പിലാക്കിയതും നമ്മുടെ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലം 1992 മുതൽ 97 വരെയാണ്. ഈ സമയത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 മുംബൈയിൽ നിലവിൽ വന്നത്. 8ാം പദ്ധതി കാലത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായതും 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് റാവു എന്ന് പറയുമ്പോൾ ആരാണ്? നരസിംഹറാവു. നരസിംഹറാവു മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ സ്വീകരിച്ചിരിക്കുന്ന മോഡല് ജോൺ W മില്ലർ എന്ന ആളിന്റെ മോഡലാണ്. സോ ഈ മോഡല് ജോൺ W മില്ലർ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജോൺ W മില്ലർ മോഡൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ മനുഷ്യ വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. സോ എക്സാമിന് ചോദിക്കും, ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മനുഷ്യ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ ആയിരുന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് 9ാം പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷിക വേളയിൽ നിലവിൽ നിന്നിരുന്ന പദ്ധതിയാണ് 9ാം പദ്ധതി. കോമൺ മിനിമം പ്രോഗ്രാം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നത് 9ാം പദ്ധതിയിലാണ്. ജനകീയ പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷിക വേളയിലാണ് 9ാം പദ്ധതി നിലവിൽ വന്നത്. കോമൺ മിനിമം പ്രോഗ്രാം എന്നറിയപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകിയ പദ്ധതിയും 9ാം പദ്ധതിയാണ്. അടുത്തത് 10ാം പദ്ധതി. 2002 മുതൽ 2007 വരെ നിലവിലുണ്ടായിരുന്ന പദ്ധതിയാണ് 10ാം പദ്ധതി. കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പദ്ധതിയാണ്. അപ്പോൾ കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പദ്ധതിയാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005 നിലവിൽ വന്നത് 10ാം പദ്ധതിയോടനുബന്ധിച്ചിട്ടാണ്. ഏറ്റവും ഉയർന്ന മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച
അഥവാ GDP നടപ്പിലാക്കിയത് 10ാം പദ്ധതി പ്രകാരമാണ്. ഏറ്റവും ഉയർന്ന മൊത്ത ആഭ്യന്തര ഉത്പാദന വളർച്ച നടപ്പിലാക്കിയത് 10ാം പദ്ധതി പ്രകാരമാണ്. അപ്പൊ മറക്കണ്ട, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള വികസന പദ്ധതി എന്നറിയപ്പെട്ട പദ്ധതി ഇത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത് 11ാം പദ്ധതിക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. 2007-2012 കാലഘട്ടത്തിലാണ് 11ാം പദ്ധതി നിലവിൽ വന്നത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ ഉദ്ദേശം. അതൊന്ന് തീർന്നു 2007 മുതൽ 2012 വരെ. ദെൻ 12ാം പദ്ധതി 2012 മുതൽ 2017 വരെയാണ് നിലനിന്നിരുന്നത്. ലാസ്റ്റ്, അതായത് 12ാം പദ്ധതിയാണ് നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെയാണ് നിലനിന്നിരുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു, അതായത് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നതായിരുന്നു 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോ 12ാം പദ്ധതി അവസാനിച്ചു. എന്നാണ് അവസാനിച്ചത്? 2015ഓടുകൂടി. 2017 വരെ നീണ്ടു നിന്നെങ്കിലും 2015ഓടുകൂടി ഏകദേശം അതിന് എന്തായി, ഷട്ടർ ഇട്ടു. 2015 ജനുവരി 1 നമ്മുടെ പഞ്ചവത്സര പദ്ധതിക്ക് പകരം, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് വന്നു. നീതി ആയോഗിന്റെ നമുക്കിനി ഈ 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 12ാം പഞ്ചവത്സര പദ്ധതി വരെയുള്ള കാലയളവും ലക്ഷ്യങ്ങളും ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ മുതലാണ്. 5 വർഷത്തെ കാലയളവാണ്. നമുക്കറിയാം 1ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരായിരുന്നു കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യണം? അതുപോലെ ആഹാരം ഒന്നും കഴിക്കാനൊന്നുമില്ല, ദാരിദ്ര്യമൊക്കെയാണ്. അപ്പൊ കാർഷിക മേഖലയിൽ വികസനം കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ 1ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചത് എന്താണ്? കാർഷിക മേഖലയുടെ വികസനമാണ്. ഇനിയുള്ളത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 5 വർഷം 1961 വരെ. കാർഷികം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വ്യാവസായിക മേഖലയ്ക്കാണ്. വ്യാവസായിക വികസനമാണ് ലക്ഷ്യമിട്ടത്. അടുത്തത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് കാർഷികവും വ്യാവസായികപരമായ മാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഭക്ഷ്യ സ്വയം പര്യാപ്തത വേണം. അതുപോലെ തന്നെ സമ്പദ്ഘടനയിലും സ്വയം പര്യാപ്തത വേണം. അപ്പൊ ഭക്ഷ്യത്തിലും സമ്പദ്ഘടനയിലും സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടതാണ് 1961 മുതൽ 66 വരെയുള്ള 3ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് നമുക്ക് കാർഷിക മേഖലയിൽ വികസനം വന്നു, വ്യാവസായിക വികസനം വന്നു, ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നേടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഉള്ള കാര്യങ്ങൾ സ്ഥിരതയോടെയുള്ള ഒരു വളർച്ച വേണം. അത് മാത്രമല്ല, മറ്റുള്ളവരെയൊന്നും ആശ്രയിക്കാതെ സ്വാശ്രയത്വവും വേണം. അപ്പൊ സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവ ലക്ഷ്യമാക്കി കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 4ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ സ്വാശ്രയത്വം വരണമെങ്കിൽ അവിടെ എന്ത് വേണം? നമുക്ക് ദാരിദ്ര്യം വരാൻ പാടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഈ 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 78 വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് പ്ലാൻ ഹോളിഡേയ്സ് ആണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം കൊണ്ടുവന്നു. തൊഴിലവസരങ്ങളുടെ വർധനവ് ആധുനികവൽക്കരണം വഴി കൊണ്ടുവന്നു 1985-90. ഇനി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മാനവ വിഭവശേഷി വികസനം ഉണ്ടാവണം. അതാണ് അടുത്ത പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മാനവ വിഭവശേഷി വികസനമാണ്. 9ാം പഞ്ചവത്സര പദ്ധതി ആസൂത്രണമിട്ടത് എന്താണ്? ഗ്രാമങ്ങൾ വികസിക്കണം. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയുള്ള കാലയളവാണ്. ഇവിടെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു ലക്ഷ്യം. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ വർദ്ധിപ്പിക്കണം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണം. അത് 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിട്ടത്, അല്ലെങ്കിൽ ലക്ഷ്യമിട്ട് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമിട്ടത്. അടുത്തത്
12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2012 മുതൽ 2017 വരെയാണ് ഇത് നിലനിന്നത്. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. ഇവിടെ എന്താണ് ലക്ഷ്യമിട്ടത്? സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിട്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടുള്ള പോയിന്റ്സുകൾ. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിച്ചു തീർന്നു എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ വരും ദിവസങ്ങളിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാംസ് നടത്തുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് എല്ലാം വായിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എക്സാമുകൾ വരുന്നതാണ്. പിന്നെ അടുത്ത ഹോട്ട് ടോപ്പിക്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.